ഹേ ഗായ്സ്, എന്താ ഉണ്ട് ഇതൊന്ന് കാലി പിടിച്ചോണ്ടിരിക്കുന്നേ? കുളിപ്പിച്ചപ്പോഴേ ഈ വള തന്നെ ഊരിയെടുത്തില്ലേ, എണ്ണയും കൂടെ. അതോ എന്റെ വാച്ച് ഇന്നലെ കാറ് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ വാച്ച് അവ ഊരിയെടുത്തു. നീ ഷജ്ജവും കൂടി അല്ല ഊരാ, നീ ബാക്കി എല്ലാം ഇപ്പൊ ഊരാൻ പഠിച്ചവൻ. എല്ലാം മാച്ചിങ് മാച്ചിങ്, ഫുൾ ഒരു ബ്ലൂ മയം. ചീപ്പാ ഇഷ്ടമാ, 20 തരും. ഈ ചീപ്പണോന്നല്ലേ പറഞ്ഞു. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, മുടി വളരണമെങ്കിൽ മുടി ഇങ്ങനെ ചീപ്പണം. അപ്പൊ ഞങ്ങൾ ഉണ്ണി കിട്ടനാവും. ഞങ്ങളപ്പോ ഉണ്ണി കിട്ടണം അടങ്ങിയിരുന്നോളൂ ഞങ്ങള്. ഇങ്ങോട്ട് നോക്കാൻ പോയേ. ഇതാണ് സ്പൈ കമ്പു. സൂപ്പർ സ്പൈ കമ്പു ആണോ ഇത്? സ്പൈ കമ്പു രാത്രി ഉറങ്ങുമ്പോഴാണ് രസം. സകല ആരോഗ്യം എടുത്ത് കുത്തി മറിഞ്ഞ് ഞൊളഞ്ഞ് നമ്മളെ വയറ്റിലൊക്കെ കുത്തി ഉറങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വർക്കൗട്ട് ഉണ്ട്. ആ വർക്കൗട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ക്ഷീണത്തിലാണ് 1 മണിക്കൂർ നമ്മുടെ വർക്കൗട്ടാ രാത്രി. നമ്മൾ ഇങ്ങറ്റം പോവും അങ്ങറ്റം പോവും ഇങ്ങറ്റം പോവും. കുരുത്തക്കേടുകൾ അവനെ പറ്റി പറയുന്നതാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അപ്പൊ അമ്മാരി കുരുത്തക്കേടൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പം 1 മണി 12 മണി ആവും. എന്നിട്ട് നമ്മൾ എണീക്കുന്നത് 11 മണി 12 മണി ഒക്കെ ആവും. അപ്പൊ ഗായ്സ്, നിങ്ങൾക്കറിയാലോ നമ്മുടെ വീട്ടില് വേസ്റ്റ് മാനേജ്മെന്റ് ഒരു വൻ സീനാണ്. അപ്പൊ നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയി അൺബോക്സ് ചെയ്യണം മുതലേ. അപ്പം സാധനം വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നേരെ പോയി നമുക്ക് അൺബോക്സ് ചെയ്യാം. അമ്പൂട്ടിന് നേരെ അമ്മയുടെ അടുത്ത് കൊടുക്കുക. നമ്മൾ വീട് വാങ്ങിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ പാടുപെടുമല്ലേ? പാടുപെടുന്നുണ്ട് നല്ല രീതിക്ക്. അത് നമ്മളെ നേരത്തുള്ള വീടാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അവിടെ കുഴിച്ചിടാം, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ അല്ലേ. ഇവിടുന്ന് ഒരു തുള്ളി ഒരു വെളുത്തുള്ളിയുടെ തൊലിയെങ്കിലും അപ്പുറത്ത് അയ്യത്തിട്ട് അറിയും അപ്പുറത്ത് നിന്ന്. അതുകൊണ്ട് നമുക്ക് വൻ സീനാണ്. നമുക്ക് മൊത്തത്തിൽ ഒരു 6 സെന്റേ ഉള്ളൂ. അതിനകത്ത് ഇത്ര വലിയൊരു വീട് നിപ്പോണ്ട് നമുക്ക് വേറെ കഷ്ടിച്ച സ്ഥലങ്ങളൊന്നുമില്ല. അപ്പം ഒന്നാമത്തെ കാര്യം അമ്പൂട്ട്. ബാക്കി വേസ്റ്റ് നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാന്ന് വെക്കാം. അമ്പൂട്ടന്റെ ഡൈപ്പർ വൻ ടാസ്ക് ആയിരുന്നു. അതായത് നമ്മള് 3-4 കവറൊക്കെ കെട്ടി ഇങ്ങനെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ, ഇവിടെ വേസ്റ്റിന് എടുക്കാൻ വരുന്ന ആൾക്കാർ തൂക്കിയായിരുന്നു എടുക്കുന്നത്. അത് അവര് വന്നാലായി വരുന്നുമില്ല. അവര് വന്നാലായി വന്നില്ലെങ്കിലായി. അതപ്പോ നമ്മൾ എപ്പോഴും കബോർഡിനകത്ത് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതേ കണക്ക് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് കാണും, ഉറപ്പായിട്ടും കാണും. അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ട്രിവാൻഡ്രം ഫ്ലാറ്റിലും അല്ലെങ്കിൽ ഇങ്ങനെ വില്ലയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന. സോ അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട്. ഞാൻ മുതലത്ത് കാണിക്കുകയും ചെയ്ത്. അപ്പം നമുക്കിത് ഏത് വിശ്വസിച്ച് എവിടുന്ന് വാങ്ങാമെന്ന് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മളൊരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. UR Furnace എന്നാണ് അവരുടെ ബ്രാൻഡിന്റെ പേര്. ഇത് ഫുള്ളി നമ്മുടെ കേരളത്തിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഒരു പാലക്കാരന്റെ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാം സുഹൃത്തുക്കളെ. അപ്പൊ എന്തുകൊണ്ടും നമുക്കിത് പറ്റിയൊരു പ്രോഡക്റ്റ് ആണ്. അപ്പം ഞാനത് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് 800 ഡിഗ്രിയിലാണ് ഇത് കത്തുന്നത്. 800 ഡിഗ്രിയിൽ. അതുകൊണ്ട് തന്നെ വേറെ പുകയോ അല്ലെങ്കിൽ വേറെ സ്മെല്ലോ കാര്യങ്ങളോ നമ്മളിത് വെച്ച് കത്തിക്കുന്നതുകൊണ്ട് അയൽവക്കത്തുള്ളവർക്കൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചത് വാങ്ങാം. അപ്പൊ ഇതിന്റെ പെർഫോമൻസ് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാം. അപ്പം പൊട്ടിക്കുമല്ലേ? മൃദുല എപ്പോഴും രാവിലെ എന്റെ അടുത്ത് പറയും, ചേട്ടാ ഡൈപ്പർ 1 കവറായേ 2 കവറായേ. അപ്പൊ ഞാൻ വിളിക്കും അവന്മാരെ, ഈ സ്ലോട്ട് ബുക്ക് ചെയ്ത് വിളിക്കുമ്പോ അവന്മാർക്ക് ഡിമാൻഡ് വണ്ടി നിറയുമ്പോ അങ്ങനെയൊക്കെ ഭയങ്കര പാടാ. പിന്നെ തൂക്കിയാണ് എടുക്കുന്നത്. ഇത് ഭയങ്കര കോസ്റ്റ്ലി. അതായത് ഡൈപ്പർ വാങ്ങുന്നതിനെക്കാട്ടി കോസ്റ്റ് കൊടുക്കുന്നവർക്ക്. അത് നമുക്ക് എത്ര രൂപ? 800 രൂപ 1 കിലോ ഒക്കെ തൂക്കിയെടുക്കും. 1 കിലോ അല്ല, നമ്മള് ഇത് എടുക്കുമ്പോൾ നമുക്ക് 3-4 കവറിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കോസ്റ്റ് നമുക്ക് മന്ത്ലി ആവും. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് തന്നെ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി പോയി അവിടെ ഷോപ്പിൽ പോയി ഡയറക്റ്റ് എടുക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി എല്ലാം അവൈലബിൾ ആണ് ഓൾ കേരള. പിന്നെ നമ്മൾ ഈ ഡൈപ്പർ എന്ന് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം നമ്മുടെ അവസ്ഥ കൊണ്ട് പറയുന്നത്. പക്ഷേ ഇത് ഡൈപ്പർ മാത്രമല്ല, എല്ലാം കത്തിക്കാൻ അതിനകത്ത് പച്ച ഇല വരെ കത്തിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര പോർട്ടബിൾ ആണെന്നേ. നമുക്കിത് കത്തിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം, എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. അപ്പൊ നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ ഉള്ളത്. നമ്മളെ ഇത്രയും പോലും സ്പേസ് ഇല്ലാത്ത ആൾക്കാരുണ്ടെന്ന് ട്രിവാൻഡ്രത്തൊക്കെ. അപ്പൊ നമുക്കിത് ടെറസിലോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് വെച്ച് കത്തിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഏതാണ്ട് എന്റെ ഈ നെഞ്ചിന്റെ അത്രേ ഉള്ളൂ സൈസ് വരുന്ന സാധനം കേട്ടോ. അപ്പൊ ഗൈസ്, നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്, വാള്. ഇത് മറ്റേ കാണുമ്പോൾ അൽഫാമൊക്കെ ഇത് സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഡയപ്പറൊക്കെ കുത്തിയിട്ട് നമുക്കിത് കത്തിച്ചതിന് ശേഷം മതി. അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് അൽഫാം മറ്റേ കുത്തിവെക്കുന്ന കബാബൊക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ ആ സാധനം കുത്താനുള്ള ഇതുണ്ട്. പിന്നെ താണ്ട് ഇതിൻ്റെ കൂടെ ഒരു ബുക്ക് വരുന്നുണ്ട്. നമുക്കിത് എന്തൊക്കെ കത്തിക്കാം, എന്തൊക്കെ കത്തിച്ചുകൂടാ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ബ്ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മളെ ബാറ്ററി അല്ലെങ്കിൽ സ്പ്രേയുടെ ബോട്ടിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇട്ട് കത്തിക്കരുത്. ബാക്കി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഡൈപ്പർ, അതിൽ നമ്മുടെ വീട്ടിലുള്ള എന്ത് വേസ്റ്റും ആയിക്കോട്ടെ നമുക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് കത്തിക്കാം. അതാണ്ട് സേഫ് ഡിസ്പോസിബിൾ അങ്ങനെ ഇതെല്ലാം ഉണ്ടടി, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടടി. എത്ര ടെമ്പറേച്ചറിലാണ് കത്തുന്നത്? 420-800 ഡിഗ്രിയിലാണ് കത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് വേറെ കത്താൻ വേണ്ടിയിട്ട് വേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഫ്യൂല്, വേറെ ഒന്നും വരുന്നില്ല. സോ അപ്പം ഇതൊക്കെ നോക്കി വായിച്ചോ, നീയാണ് ഇനി അങ്ങോട്ട് കത്തിക്കാനുള്ളത്. അപ്പം വായിച്ച് പഠിച്ചോ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കത്തിച്ചോ. അതുപോലെ തന്നെ നമ്മളറിയാം നമ്മളെ വീട്ടിൽ മറ്റേ ഹരിതസേന അവർ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കാണ്. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുകൊണ്ട്. അപ്പോൾ റീയൂസ് ചെയ്യാൻ പറ്റുന്നത് അവരൊന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും, അവരെ കൊടുക്കാവുന്നേ ഉള്ളൂ. ബാക്കി റീയൂസ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മൾ ഡൈപ്പർ. ഈ ഡൈപ്പറൊക്കെ മണ്ണിൽ വെച്ചേക്കാനും പറ്റില്ല. ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പോത്തുമില്ല, എത്രയും വർഷങ്ങളോളം അവിടെ കിടക്കും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കത്തിക്കാം. അല്ലാതെ റീയൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ കേട്ടോ. ഗൈസ്, ഇത് ഫുള്ളി മെയ്ഡ് ചെയ്തിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ. നമുക്കിത് മാർക്കറ്റിൽ കുറേ ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്. അപ്പം സ്പേസ് വരുന്നുള്ളൂ. അപ്പൊ നമുക്കിതിനി കത്തിച്ചു നോക്കാം. ഇന്ത്യ ഗവൺമെന്റിന്റെ പേറ്റന്റ് കിട്ടിയ ഏക ഡിവൈസ് ആട്ടോ ഇത്. അതിനകത്ത് നോൺ ടോക്സിക് ആൻഡ് പൊല്യൂഷൻ ഫ്രീ ഡിവൈസിന് എഴുതി വെച്ചു. അല്ല, അതിനിവിടെ വാർജിങ്ങും ഉണ്ട്. നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളെ അങ്ങോട്ട് വെച്ച് കത്തിക്കാം കേട്ടോ. കാരണം ഇത് നമുക്ക് ഒരാൾക്ക് എടുത്തോണ്ട് പോകാന്നേ ഉള്ളൂ. വെയിറ്റ് ഇല്ലാന്നല്ല, വെയിറ്റ് ഉണ്ട്. കാരണം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിന്റെ മെറ്റീരിയൽ. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് അത്യാവശ്യം ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരാൾക്ക് എടുക്കാവുന്ന വെയിറ്റേ ഉള്ളൂ. കാരണം അതിന് പിടി ഒരു ഹെവി ഹാൻഡിൽ വരുന്നുണ്ട്. നമുക്കിത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്ത് മാറ്റി വെക്കാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാമേ. അപ്പോഴത്തെ നമ്മളിത് ഇങ്ങോട്ട് വെക്കുക കേട്ടോ, നിരപ്പാട്ടി വെക്കുവാണേ. ഡൈപ്പർ തൂക്കുങ്കോ, ഇടുങ്കോ, കത്തിക്കുങ്കോ, നമ്മള് തുടങ്ങുവാണ് പരിപാടി. അപ്പൊ നമുക്ക് ഈ ഡൈപ്പറൊക്കെ കത്തിക്കുമ്പോഴേ 2-3 ചിരട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നല്ല ആളി കത്തുന്നത്. ഡൈപ്പർ നമ്മൾ ഇതിന്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ ആ പറഞ്ഞ സ്റ്റിക്ക് വെച്ചിട്ടാണ് കത്തിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി കുത്തി നിറച്ചിട്ടല്ല കത്തിക്കണ്ടേ. നമ്മൾ കത്തിച്ചതിന് ശേഷം ഓരോ വേസ്റ്റ് ആയിട്ട് പറക്കി ഇടുക. അപ്പൊ അതൊന്നും പെട്ടെന്ന് കത്തി തീരും. അപ്പൊ ഗൈസ്, നമ്മൾ ഫസ്റ്റ് പേപ്പർ കത്തിക്കുകയാണേ. 2 ചിരട്ട നമ്മൾ ഇട്ടിട്ടുണ്ടേ. അപ്പം പേപ്പർ അങ്ങോട്ട് കത്തിച്ചതിന് ശേഷം നമ്മളിനി കാർബോർഡ് ഇടുവാണേ. ഈ ഒരു ഇങ്ങനെയാണ് ഇടാനുള്ളത്. നമ്മളെല്ലാം കൂടി കുത്തി നിറച്ചിട്ടല്ലേ സീൻ കേട്ടോ. ചൂടാണ് കത്തി. നമ്മള് സാധാരണ ഈ ചവറൊക്കെ കൂട്ടിയിട്ടേ നമ്മളെ അമ്മമാരെ കത്തിക്കുന്നുണ്ട്. ഈ പേപ്പറൊക്കെ വെച്ചിട്ട് കത്തിക്കുന്നേ. ഇത് എന്ത് ഫാസ്റ്റ് ആയിട്ട് കത്തുന്നത്. കാരണം ഇതിന്റെ ഷേപ്പ് നമ്മൾ ഈ ഫാക്ടറിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇവിടുന്ന് എയർ കയറുന്നുണ്ട്, അടിയുന്ന എയർ ഉണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പറയും. അപ്പൊ നമ്മൾ കണ്ട കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പറക്കി കൊണ്ടിടുക. നിങ്ങൾക്ക് വീട്ടിൽ കാണുന്നുണ്ടായിരിക്കും. വേണ്ടേ സാധനം ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണേ. നമ്മൾ ഡൈപ്പർ അധികം പറഞ്ഞ കൊച്ചുങ്ങളൊക്കെ ഡൈപ്പർ മൂത്രവും എല്ലാ പരിപാടിയും കാണും. അപ്പം നനഞ്ഞിട്ടുള്ള ഒരു ഇതായിരിക്കും വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വേണം, നമുക്ക് നനച്ച് പോകണ്ട, ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ 2 ഡൈപ്പർ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പോവാണേ. ഇതേ നനയ്ക്കുവാണേ. ഇത് ഒരെണ്ണം നനച്ചേ. രണ്ടാമത് നനയ്ക്കുവാണേ. ഇത്രയും നനവൊന്നും സാധാരണ നമ്മൾ ഡൈപ്പറിൽ കാണത്തില്ല. എന്നാലും ഇതും കത്തും എന്ന് നമുക്ക് അറിയണമല്ലോ. ഓക്കെ, അങ്ങോട്ടൊന്ന് വെച്ചു കൊടുക്കുക. സാധനം കത്തിക്കോളും. അടിപൊളി. വെറുതെ ഇനി അപ്പൊ നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ടെൻഷൻ അടിക്കട്ടെ. അയ്യോ, ഇത്ര ഉള്ളായിരുന്നു പരിപാടി. അപ്പം ഇത് നമ്മൾ ഫ്ലാറ്റിലും നമ്മളെപ്പോലെ ഇത്രയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കും ഇത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പരും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. ഇനി നിങ്ങൾ അവരുടെ ഷോപ്പിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാം, പോയി വാങ്ങാവുന്നതാണേ. അപ്പം എന്തായാലും ഡൈപ്പർ ആൾമോസ്റ്റ് ഒരു 70% കത്തിയിട്ടുണ്ട്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഇല്ല, നമ്മളിത് പിന്നെ അത് പേപ്പർ കത്തിച്ചു, ഡൈപ്പർ കത്തിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കത്തിച്ചു. പക്ഷേ ഒരു സ്മെല്ല് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? സ്മെല്ലും ഇല്ല, പുകയില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അതായത് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ, മഴയും ചാറ്റമഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നല്ല അടിപൊളി വറ്റൽ മുളകാണേ. അപ്പൊ ഇത് ഇട്ടിട്ട് നമ്മൾ അടുത്ത് നിൽക്കാൻ പോവാണേ. ഇടുമല്ലോ മൃദുലേ? എന്നാ ഇട്ടോ മുളക് ഇട്ടോ. സ്മെല്ലുണ്ടോ ഇല്ലയോ അറിയണമല്ലോ. സാധനം പൊട്ടുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് സാധാരണ അടുപ്പിടുമ്പോ അടുത്ത് നിൽക്കാൻ പറ്റും, പഞ്ചായത്തിൽ ആർക്കും നിൽക്കാൻ പറ്റില്ല. പിന്നെ സ്മെല്ലില്ലാത്ത എന്തുകൊണ്ടാന്ന് അറിയോ? ഇത് 800 ഡിഗ്രിയിൽ അത്രയും ഹീറ്റിൽ ചൂടാവുന്നതുകൊണ്ട് ഇത് സ്മെല്ലൊന്നും അറിയാതെ ഒരു സ്മെല്ലും സീരിയസ്ലി. ഇത് മുടിയാണേ, കുറച്ച് മുടിയാണേ. അപ്പം ലുക്ക് അറ്റ് ദാറ്റ്, മുടി. അപ്പം മുടി ഇതോടെ ഒന്ന് ഇടുവാണേ. നമുക്ക് കുത്താം. തീ ഉണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണും. നമുക്ക്
അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇവിടത്തേക്ക് കളർ മാറി കേട്ടോ. കണ്ട അപ്പൊ നമ്മൾ ഇവിടെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ഉണ്ട്. കാരണം ഞാൻ ഇവിടെ പിടിക്കുവാണേ, കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ കമ്പി നമുക്ക് പിടിച്ചെടുത്ത് മാറ്റി വെക്കുക. അതായത് നമുക്ക് കത്തുന്ന ടൈം തന്നെ ലുക്കരുത്. എനിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പൊക്കാത്തെ. നമുക്ക് കണ്ട ഞാൻ പിടിക്കുന്നുണ്ട്, കൈ രണ്ട് ഈ ഹാൻഡിലും പിടിക്കുന്നുണ്ട്. വേറെ ഹീറ്റോ കാര്യങ്ങളോ തീർന്നു. അപ്പൊ നമുക്കൊരു നമ്മൾ 2 എടുത്തിട്ടുള്ളൂ, നമുക്കൊരു 5-6 നിരത്തി വെച്ച് കത്തിക്കാം, വെച്ച് കത്തിച്ച്. അപ്പൊ എന്തായാലും ഇനി അമ്പൂട്ടിന് ഡയപ്പറിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അത് മാത്രമല്ല വേസ്റ്റ് മാനേജ്മെന്റിന് ഇതൊരു പക്ക ഒരു സൊല്യൂഷനാണ്. ഇവർക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. കുറച്ച് സ്ഥലം മതി, അതാണ് ഇതിന്റെ ഏറ്റവും കുറച്ച് സമയവും മതി. അതെ, പോർട്ടബിൾ ആണ്. നമുക്കൊരു ഈ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഈ ചവറൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു ദിവസം ഒരു 20 മിനിറ്റ് ഇനി ചിലവഴിച്ചാൽ നമ്മളെ വേസ്റ്റിന്റെ കാര്യം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഗൈസ്, നമുക്കേ ഈ ഒരു പ്രോഡക്റ്റിന് വിലയായിരിക്കും ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. 36,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിലാണ് കിട്ടുന്നത്. 36,000 രൂപ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളത് വിചാരിക്കും, അയ്യോ എന്തോ ഇത്രയും സാധനം ഇത്രയും വില നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്കത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവത്തുള്ളൂ. കാരണം ഇത് ആവശ്യമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ 36,000 രൂപ GST ഉൾപ്പെടെ 36,000 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൾക്കാരില്ല പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇതേ ലാസ്റ്റ് ഫൈനലിൽ വന്നിട്ട് ഇതേ പൊടി നമ്മൾ പൗഡറിനെക്കാട്ടി പൊടിയായി. കാരണം നമ്മളിത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു കമ്പ് വെച്ച് ഇങ്ങനെ കുത്തി കറങ്ങി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അടിയിൽ കൂടെ ഈ സാധനം ഇങ്ങനെ വന്ന് വീണോളും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടിക്കളഞ്ഞാലും മതി. പിന്നെ നമ്മൾ പാമ്പേഴ്സ് മാത്രം ഇങ്ങനെ ഹുക്ക് ചെയ്ത് കത്തിച്ചാൽ മതി കേട്ടോ. അല്ലാതെ സാനിറ്ററി പാഡൊക്കെ നമുക്ക് ആൾറെഡി കത്തുന്ന സമയം തന്നെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുഞ്ഞുങ്ങളുടെ പാമ്പേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ കത്തിക്കേണ്ട ആവശ്യമുള്ളൂ. രാത്രി ഇവിടെ എന്താ കളി, ഇതാണ് ഇപ്പൊ കളി കേട്ടോ. അവള് ഓടും, എപ്പോ തുടങ്ങി നീ മറഞ്ഞിട്ട്. അയ്യോ അമ്മ എവിടെ പോയമ്പു? അയ്യോ എത്തി നോക്കുന്ന നിന്നെ. അമ്പൂട്ടിന് കരി ഒന്നും എഴുതാത്തതാണ് നല്ലത്. എനിക്ക് ആക്ച്വലി കരി എഴുതുന്നതിന് വലിയ താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ബ്രദർ ഇടക്കിടക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് അവൾ എഴുതുന്നതാണ്. അയ്യോ അമ്മ പോയി. നിന്നെ എത്തി നോക്കുമ്പോ ചിരിക്കുന്നു നോക്കട്ടെ. ശ്വാസം അടങ്ങിച്ചിരിക്കുന്നു. മതി ചിരിച്ചത്. അയ്യോ മതി ചിരിച്ചത്. ചിരിച്ച് ചെറിയ ശ്വാസം പിടിച്ചിരിക്കുന്നു. അമ്മ പോയി. അള്ളു അമ്മ പോയി. അമ്മ പോയല്ലോ. അമ്മ പോയി. എവിടെ അമ്മ? എവിടെ അമ്പു? അമ്മ എവിടെ അമ്പു? അയ്യോ കൊച്ചു ഇത്ര നേരം എൻ്റെ കൂടെ ചിടിയാടുന്നു. ഇപ്പൊ അമ്മ കാണുന്നില്ലല്ലോ. എത്തി നോക്ക്. ഏട്ടാ വാ. ചിരിയില്ലാണ്ട് എന്റെ അടുത്ത് വരരുത്. നീ ആള് കൊള്ളാലോ. അട്ടയുടെ പട്ടിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് നീ മൈൻഡ് ചെയ്തല്ലേ അല്ലയോ?
അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു വ്ലോഗും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. സോ ഇനി നീ അടമാരി തപ്പിയിട്ടോ, നിന്റെ എല്ലാം കട്ടിക്കാനുള്ള അറ്റം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഇല്ലേ അതെ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ. ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റ. എന്തൊക്കെയോ വന്ന് പക്ഷെ ഞങ്ങൾ വിഴുങ്ങി. ഓക്കെ ബൈ.